താൻ പൃഥ്വിരാജിന്റെ ആരാധകനാകാനുണ്ടായ കാരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. പൃഥ്വിയുടെ അഭിനയത്തെക്കാൾ തനിക്കിഷ്ടം അയാളുടെ മാസ് റോളുകളാണെന്നും ധ്യാൻ പറഞ്ഞു. 24-ാം വയസ്സിൽ പൃഥ്വി ചെയ്തു വെച്ച വാസ്തവം പോലുള്ള സിനിമ ഇനിയൊരു യൂത്ത് നടന് ചെയ്യാൻ പ്രയാസമാണെന്നും ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശേഷം പൃഥ്വി പറഞ്ഞ പ്രസംഗം കേട്ടാണ് താൻ ഫാനായതെന്നും ധ്യാൻ പറഞ്ഞു. ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ധ്യാൻ ഇക്കാര്യം പറഞ്ഞത്. തമിഴിൽ രജനി, കമൽ, വിജയകാന്ത് ഇവരൊക്കെ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. മാസ് സിനിമ ചെയ്ത് ആളുകളെ കയ്യിലെടുത്ത നടന്മാരാണ് അവർ. അതിനുശേഷം അങ്ങനെയൊരു ഓളമുണ്ടാക്കിയത് അജിത്താണ്, ദീന എന്ന സിനിമയിലൂടെ. പിന്നീട് വിജയ്, ഗില്ലി പോലുള്ള സിനിമകൾ മാസ് ഹീറോയായി. മലയാളത്തിൽ ഇതുപോലെ ഓളമുണ്ടാക്കിയ നടൻ രാജുവേട്ടനാണ്. നന്ദനം പോലുള്ള സിനിമകൾ ആദ്യകാലത്ത് ചെയ്തു വെച്ച ആളാണ്. പക്ഷേ രാജുവേട്ടൻ പുള്ളിയുടെ 24-ാമത്തെ വയസ്സിൽ ചെയ്ത സിനിമയാണ് വാസ്തവം. അതുപോലൊരു റോൾ പിന്നീട് ആരും ചെയ്തിട്ടില്ല. ലാലങ്കലിനും മമ്മൂക്കയ്ക്കും ശേഷം അതുപോലൊരു റോൾ ചെയ്തത് രാജുവേട്ടനാണ്. ഇനി ഒരു യൂത്തനും അങ്ങനെ ഒരു റോൾ ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണത്. ആ സിനിമകൾ അവാർഡ് കിട്ടിയ ശേഷം രാജുവേട്ടൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ടാഗോർ തിയേറ്ററിൽ വെച്ചായിരുന്നു ആ ചടങ്ങ്. ആ കൊല്ലം അച്ഛനും ഏതോ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡുണ്ടായിരുന്നു. അന്ന് രാജുവേട്ടൻ നടത്തിയ പ്രസംഗം കണ്ടാണ് ഞാൻ ഫാനായത്. കാരണം ഒരു 24-കാരന് ഇത്രയും പക്വതയും ഇത്രയും വലിയ വിഷനുമുണ്ടോ എന്ന് ചിന്തിച്ചുപോയി. ഞാനൊക്കെ എൻ്റെ 24-ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് പുള്ളി അത്ര ഗംഭീരമായിട്ടുള്ള പ്രസംഗം നടത്തിയത്. അന്ന് തൊട്ട് ഫാനായതാണ്. അതിനുശേഷം പുള്ളി കുറേ സിനിമകൾ ചെയ്തു. അതിൽ നല്ല സിനിമയുമുണ്ട്, അല്ലാത്തതുമുണ്ട്. പക്ഷേ ഒരു തവണ ഇഷ്ടപ്പെട്ടാൽ ആ നടൻ എത്ര മോശം സിനിമ ചെയ്താലും നമുക്ക് ആ ഇഷ്ടം പോവില്ല, ധ്യാൻ പറഞ്ഞു.